നമസ്കാരം. ജെ ലൈഫ് സ്റ്റൈൽ സ്ലീപ്പിംഗ് സ്റ്റോറി ടെല്ലിംഗ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ രാത്രിയുടെ ശാന്തതയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദിനം മുഴുവൻ ഉണ്ടായ തിരക്കുകളും ചിന്തകളും അല്പസമയം മറന്ന് മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകാനുള്ള സമയമാണിത്. സുഖമായി കിടക്കൂ, കണ്ണുകൾ പതുക്കെ അടയ്ക്കൂ. എന്റെ ശബ്ദത്തോടൊപ്പം ഈ മനോഹരമായ കഥയുടെ ലോകത്തിലേക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഉറക്കക്കഥയിലേക്ക് സ്വാഗതം. ഞാൻ മൂന്നാമത്തെ വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ഒരു നീണ്ട തുരങ്കം കണ്ടു. എന്റെ കൈയിലെ ടോർച്ച് മുറുകെ പിടിച്ച് ഞാൻ പതുക്കെ മുന്നോട്ട് നടന്നു. തുരങ്കത്തിനുള്ളിൽ വലിയ നിശ്ശബ്ദതയായിരുന്നു. എന്റെ കാൽച്ചുവട്ടിലെ ശബ്ദം പോലും വ്യക്തമായി കേൾക്കാമായിരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ നിലത്ത് ചില കല്ലുകൾ നിരയായി കിടക്കുന്നത് കണ്ടു. ആദ്യം അത് സാധാരണ കല്ലുകളാണെന്ന് കരുതി. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ചില കല്ലുകളിൽ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഇതും ഒരു പസിൽ ആണോ? ഞാൻ സ്വയം ചോദിച്ചു. ഞാൻ ടോർച്ച് വെളിച്ചം കല്ലുകളിലേക്ക് തിരിച്ചു. ഓരോ കല്ലിലും ഓരോ അക്ഷരങ്ങൾ കൊത്തിയിരുന്നു. കുറച്ചു നേരം ആലോചിച്ച ശേഷം ഒരു കാര്യം മനസ്സിലായി. ശരിയായ ക്രമത്തിൽ ചവിട്ടിയാൽ മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ. തെറ്റായ കല്ലിൽ കാൽവെച്ചാൽ അപകടമുണ്ടാകാം. ഞാൻ വളരെ ശ്രദ്ധയോടെ ഓരോ കല്ലിലും കാൽവെച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ സുരക്ഷിതമായി മറുവശത്തെത്തി. രാജാവ് ശരിക്കും ബുദ്ധിമാനായിരുന്നു, ഞാൻ മനസ്സിൽ പറഞ്ഞു. കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ ഒരു വലിയ മുറിയിലെത്തി. മുറിയുടെ നടുവിൽ ഒരു കല്ല് മേശ ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഒരു പഴയ പെട്ടി. എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. നിധി കിട്ടിയോ? ഞാൻ വേഗത്തിൽ പെട്ടിയുടെ അടുത്തെത്തി. പക്ഷേ അത് തുറന്നപ്പോൾ അകത്ത് സ്വർണമോ രത്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പഴയ കടലാസ് മാത്രം. നിരാശയോടെ ഞാൻ അത് എടുത്തു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നിധി തേടുന്നവനെ, നീ ശരിയായ വഴിയിലാണ്. പക്ഷേ യഥാർത്ഥ പരീക്ഷണം ഇപ്പോഴാണ് തുടങ്ങുന്നത്. ഞാൻ ദീർഘനിശ്വാസം വിട്ടു. അപ്പോൾ ഇത് തുടക്കം മാത്രമാണല്ലോ. കടലാസിന്റെ മറുവശത്ത് മറ്റൊരു മാപ്പ് ഉണ്ടായിരുന്നു. ഈ മാപ്പ് ഒരു മലയുടെ മറുവശത്തുള്ള കാടിനെ സൂചിപ്പിക്കുകയായിരുന്നു. ഞാൻ ഉടൻ യാത്ര തുടർന്നു. ഗുഹയിൽ നിന്ന് പുറത്തുവന്നപ്പോൾ വൈകുന്നേരമായിരുന്നു. അടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ ഞാൻ രാത്രി കഴിച്ചു. അടുത്ത ദിവസം രാവിലെ വീണ്ടും യാത്ര തുടങ്ങി. മാപ്പ് പിന്തുടർന്ന് ഞാൻ കാടിനുള്ളിലേക്ക് നടന്നു. ആ കാട് വളരെ പഴക്കമുള്ളതായിരുന്നു. വലിയ മരങ്ങളും കട്ടിയുള്ള വള്ളികളും എല്ലായിടത്തും. പെട്ടെന്ന് കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഞാൻ നിശ്ചലനായി. അല്പസമയത്തിനു ശേഷം ഒരു മനുഷ്യൻ പുറത്തുവന്നു. അയാൾക്ക് നീണ്ട താടിയുണ്ടായിരുന്നു. നീ ആരാണ്? അയാൾ ചോദിച്ചു. എന്റെ പേര് രവി. ഞാൻ ഒരു നിധി അന്വേഷിക്കുകയാണ്. അയാൾ ചിരിച്ചു. അപ്പോൾ നീയും ആ നിധിയുടെ പിന്നാലെയാണോ? നിങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയാമോ? അതെ. വർഷങ്ങളായി പലരും അതിനെ തേടുന്നു. ഞാൻ അയാളെ സൂക്ഷിച്ചു നോക്കി. അയാൾ ദോഷക്കാരനായി തോന്നിയില്ല. അദ്ദേഹം തന്റെ പേര് ഗോവിന്ദൻ എന്ന് പറഞ്ഞു. കാട്ടിൽ ഔഷധസസ്യങ്ങൾ ശേഖരിക്കുന്ന ആളായിരുന്നു. ഞാൻ മാപ്പ് കാണിച്ചു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മാറി. ഇത് സാധാരണ മാപ്പല്ല. എന്തുകൊണ്ട്? ഈ മാപ്പ് രാജാവിന്റെ രഹസ്യപാതയിലേക്കുള്ളതാണ്. എന്റെ ആവേശം വർദ്ധിച്ചു. ഗോവിന്ദൻ എനിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. മുന്നിൽ ഒരു പഴയ ക്ഷേത്രമുണ്ട്. അവിടെ സൂക്ഷിക്കണം. പലരും അവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. വീണ്ടും യാത്ര തുടർന്നു. ഉച്ചയോടെ ഒരു പഴയ ക്ഷേത്രം കണ്ടു. ക്ഷേത്രം പകുതി തകർന്ന നിലയിലായിരുന്നു. വള്ളികൾ അതിന്റെ ചുമരുകൾ മൂടിയിരുന്നു. ഞാൻ അകത്തേക്ക് കയറി. അവിടെ ഒരു വലിയ പ്രതിമ ഉണ്ടായിരുന്നു. പ്രതിമയുടെ കണ്ണുകൾ എന്തോ കാണിക്കുന്നതുപോലെ തോന്നി. ഞാൻ അതിന്റെ ദിശയിലേക്ക് നോക്കി. അവിടെ ഒരു കല്ല് ഭിത്തി. ആ ഭിത്തിയിൽ ഒരു വൃത്താകൃതിയിലുള്ള അടയാളം. ഞാൻ കൈകൊണ്ട് അമർത്തി. ഒന്നും സംഭവിച്ചില്ല. പക്ഷേ കുറച്ചു നേരം പരിശോധിച്ചപ്പോൾ ഒരു രഹസ്യ സംവിധാനം കണ്ടെത്തി. അത് തിരിച്ചതും ഭിത്തി പതുക്കെ തുറന്നു. അതിനു പിന്നിൽ ഒരു പടിക്കെട്ട്. ഞാൻ താഴേക്ക് ഇറങ്ങി. അവിടെ ഒരു വലിയ ഭൂഗർഭ മുറിയുണ്ടായിരുന്നു. മുറിയുടെ നടുവിൽ ഒരു സ്വർണ്ണ താക്കോൽ. ഞാൻ അത് എടുത്തു. അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അഭിനന്ദനങ്ങൾ. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മറ്റൊരാൾ അവിടെ നിൽക്കുകയായിരുന്നു. കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ. നീ ആരാണ്? ഞാൻ ചോദിച്ചു. അയാൾ ചിരിച്ചു. ഞാനും നിധി അന്വേഷിക്കുന്ന ആളാണ്. അയാളുടെ പേര് വിജയൻ. പക്ഷേ അയാളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് വിശ്വാസം തോന്നിയില്ല. എത്രകാലമായി നീ എന്നെ പിന്തുടരുന്നു? ഞാൻ ചോദിച്ചു. ഗുഹയിൽ നിന്ന് പുറത്തുവന്നതുമുതൽ. എനിക്ക് അത്ഭുതമായി. അപ്പോൾ അയാൾ എല്ലാം നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. മാപ്പ് എനിക്ക് തരൂ, വിജയൻ പറഞ്ഞു. ഇൽ. അപ്പോൾ ഞാൻ ബലമായി വാങ്ങും. ഞാൻ പിന്നോട്ട് മാറി. പക്ഷേ അപ്പോൾ ഒരു ആശയം മനസ്സിൽ വന്നു. ഞാൻ മാപ്പ് എടുത്ത് മറ്റൊരു ദിശയിലേക്ക് എറിഞ്ഞു. വിജയൻ അതിലേക്ക് ഓടി. ആ സമയത്ത് ഞാൻ വേഗത്തിൽ പുറത്തേക്ക് ഓടി. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുന്നത്ര വേഗത്തിൽ ഓടി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വിജയനെ കാണാതായി.
ഞാൻ ആശ്വാസത്തോടെ ശ്വാസമെടുത്തു. ഭാഗ്യത്തിന് യഥാർത്ഥ മാപ്പ് ഞാൻ ഒളിപ്പിച്ചിരുന്നു. എറിഞ്ഞത് അതിന്റെ ഒരു പകർപ്പായിരുന്നു. ബുദ്ധി ഉപയോഗിക്കാതെ ഈ യാത്രയിൽ ജയിക്കാൻ കഴിയില്ല, ഞാൻ മനസ്സിൽ പറഞ്ഞു. അന്ന് രാത്രി ഒരു മരത്തിന്റെ മുകളിൽ കയറി വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ മാപ്പ് വീണ്ടും പരിശോധിച്ചു. അവസാന സൂചന ഇനി ബാക്കിയായിരുന്നു. മാപ്പ് ഒരു പഴയ കോട്ടയിലേക്കാണ് കാണിച്ചിരുന്നത്. ആ കോട്ട നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു. വൈകുന്നേരത്തോടെ ഞാൻ അവിടെ എത്തി. കോട്ടയുടെ വാതിലുകൾ തകർന്നിരുന്നു. അകത്ത് കടന്നപ്പോൾ ഒരു വലിയ പ്രാകാരം കണ്ടു. മാപ്പ് അനുസരിച്ച് ഞാൻ ഒരു കിണറിന്റെ അടുത്തെത്തി. കിണറിന്റെ ചുമരിൽ ഒരു ചെറിയ താക്കോൽ ദ്വാരം ഉണ്ടായിരുന്നു. ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ സ്വർണ്ണ താക്കോൽ എടുത്തു. അത് ദ്വാരത്തിൽ ഇട്ടു. പതുക്കെ തിരിച്ചു. അപ്പോൾ ഭൂമി വിറയ്ക്കുന്നതുപോലെ തോന്നി. കിണറിന്റെ അടിഭാഗം തുറക്കാൻ തുടങ്ങി. ഞാൻ അത്ഭുതത്തോടെ നോക്കി. താഴേക്ക് പോകുന്ന ഒരു രഹസ്യപാത. എന്റെ ഹൃദയം ശക്തിയായി മിടിച്ചു. വർഷങ്ങളായി ആരും കണ്ടെത്താത്ത രാജാവിന്റെ രഹസ്യപാത എന്റെ മുന്നിലായിരുന്നു. ഞാൻ ടോർച്ച് തെളിച്ച് താഴേക്ക് ഇറങ്ങി. അവസാനം ഒരു വലിയ കൽവാതിലിന്റെ മുന്നിലെത്തി. അതിന്റെ മുകളിൽ ഒരു വാചകം എഴുതിയിരുന്നു: അവസാന പരീക്ഷണം വിജയിക്കുന്നവൻ മാത്രം നിധി കാണും. ഞാൻ ആ വാക്കുകൾ വായിച്ചു. എന്റെ കൈകൾ ചെറുതായി വിറച്ചു. കാരണം എനിക്ക് മനസ്സിലായി, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം ഇനി വളരെ അടുത്തായിരുന്നു. ആ വാതിലിന് പിന്നിൽ എന്താണ് ഉള്ളത്? രാജാവിന്റെ നിധി ശരിക്കും അവിടെയുണ്ടോ? അല്ലെങ്കിൽ മറ്റൊരു രഹസ്യമോ? ആ ചോദ്യങ്ങളുമായി ഞാൻ ആ വലിയ കൽവാതിലിന്റെ മുന്നിൽ നിന്നു. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഒരു ലൈക്ക് ചെയ്യൂ. ഇനിയും ഇത്തരം നല്ല വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രചോദനം. നന്ദി.